ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ഈ കുട്ടി പറഞ്ഞു, സ്വഹാബി ആരാണെന്ന് എനിക്കല്ല നന്നായിട്ടറിയാം, എന്റെ ഉമ്മക്കാണ്. ടീച്ചർ ഉമ്മക്ക് ഫോൺ ചെയ്തു. നിങ്ങളുടെ മോൻ പറഞ്ഞത് ഒരു സ്വഹാബി ആവണമെന്നാണല്ലോ, ആരാണ് സ്വഹാബി? ഉമ്മ പറഞ്ഞു, സ്വഹാബി എന്ന് പറഞ്ഞാൽ അത് ആരാണെന്ന് പറഞ്ഞു തരണമെങ്കിൽ നേരിട്ട് വരണം. ടീച്ചർ നേരിട്ട് ചെന്നു. അള്ളാന്റെ റസൂലിന്റെ കൂടെ നിന്ന, സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ നിന്ന അവിടുത്തെ അനുയായികളെ കുറിച്ച് ടീച്ചറോട് ഈ ഉമ്മ വിശദീകരിച്ചു. അങ്ങനെ ആ ടീച്ചർ അതെല്ലാം കേട്ട് സന്തോഷത്തോടെ തിരിച്ചു പോരുന്നതിന്റെ മുമ്പ് കുടുംബസമേതം ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ മുസ്ലിങ്ങളായി അവർ രണ്ടുപേരും, കുടുംബം, ഭാര്യയും ഭർത്താവും എല്ലാവരും കൂടെ. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഈ കുട്ടിയോട് ടീച്ചർ ചോദിച്ചു, എത്രേ മോനെ, നിനക്ക് സ്വഹാബിയാവണമെന്നല്ലേ പറഞ്ഞത്? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വഹാബി ഏതാണ്? ഈ കുട്ടി ഉടനടി പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള സ്വഹാബി ബഷീർ റളിയല്ലാഹു അൻഹു ആണ്. സയ്യിദുനാ ബഷീർ റളിയല്ലാഹു. എന്താണ് മോനെ നീ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം? ആ കുട്ടി പറയുകയാണ്, എന്റെ ഉമ്മ എനിക്ക് രാവിൽ പറഞ്ഞു തന്ന കഥയാണ്, അങ്ങനെയാണ് എനിക്ക് ബഷീറിനെ ഇഷ്ടമായത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി പറയുകയാണത്രേ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നൂറുകണക്കിന് സ്വഹാബികൾ ഉഹദിന്റെ പോർക്കളത്തിലേക്ക് പോയി. കൂട്ടത്തിൽ ബഷീർ എന്ന കുട്ടിയുടെ പിതാവുമുണ്ട്. ഈ കുട്ടിയുണ്ടല്ലോ, യുദ്ധം കഴിഞ്ഞ് മ്ലാനവദനരായി തിരിച്ചു വരുന്ന നബിയെയും സ്വഹാബികളെയും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഓരോരുത്തർ വന്നു. അവർക്കിടയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വന്നു. ബഷീർ എന്ന കുട്ടി റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ്, ഐന അബീ യാ റസൂലല്ലാഹ്, എന്റെ ഉപ്പ എവിടെയാണ് നബിയേ? റസൂലുള്ള കുട്ടിയുടെ മുഖത്ത് നോക്കി, അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞു. എന്തു പറയണം ഈ കുട്ടിയോട്? കാരണം ഈ കുട്ടിയുടെ ഉപ്പ ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷിയായിട്ടുണ്ട്. എന്തു പറയണം? റസൂലുള്ള മുഖം തിരിച്ചു കളഞ്ഞു. രണ്ടാമതും ഈ കുട്ടി ചോദിക്കുകയാണ്, നബിയെ പറയുമോ എവിടെയാണ് എന്റെ ഉപ്പ? യാ ഹബീബല്ലാഹ്, അള്ളാഹുവിന്റെ റസൂല മകനെ, ആ പിഞ്ചു മകനെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് മുത്തുനബി പറയുകയാണ്, മോനെ, നിന്റെ ഉപ്പ ഞാനാണെന്ന് പറഞ്ഞാൽ നിന്റെ ഉപ്പ ഞാനാകുന്നത് നിനക്കിഷ്ടമല്ലേ മോനെ? നിന്റെ ഉമ്മ ആയിഷയാണ് മോനെ, അത് നിനക്കിഷ്ടമല്ലേ? അതേ നബിയെ, എനിക്കിഷ്ടമാണ്. ഈ കുട്ടി തന്റെ ഉപ്പയെ മറന്നു, തന്റെ ഉമ്മയെ മറന്നു, തന്റെ എല്ലാം മറന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് മദീനയുടെ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഓരോ വീടുകളുടെയും വാതിലിൽ മുട്ടി വിളിച്ചുകൊണ്ട് ഈ പിഞ്ചുബാലൻ പറയുകയാണ്, അറിഞ്ഞില്ലേ എന്റെ ഉപ്പ നബിയാണ്, എന്റെ ഉപ്പ ഹബീബായ മുഹമ്മദ് നബിയാ. നിങ്ങൾ അറിഞ്ഞില്ലേ മദീന നിവാസികളെ എന്ന്? മദീനയിലൂടെ ഈ കുട്ടി വിളിച്ചു പറഞ്ഞു നടന്നു എന്ന് ആ പിഞ്ചുബാലൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ബഷീർ റളിയല്ലാഹു ഇഷ്ടമായത്. ഉപ്പായെപ്പോലും അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ മറന്നു. എന്ത് കാരണം? റസൂലുള്ളാഹി അങ്ങനെയാണ്. അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ, ഞാനും അനാഥനും സ്വർഗത്തിൽ ഇങ്ങനെയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ. അനാഥ അത് പറഞ്ഞാൽ തീരൂല്ല. അവരോട് നമ്മൾ പലപ്പോഴും വൈകാരികമായി പ്രതികരിക്കാറില്ല. നമ്മളുടെ സ്നേഹവും കാരുണ്യവും അല്ലേ? അവന്റെ ആ കണ്ണുനീർ, അതാണ് കാരുണ്യമാണ് കരണീയം എന്നുള്ള വിഷയം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. എല്ലാവരോടും കാരുണ്യം കാണിക്കുക, പാവങ്ങളോട്, അനാഥരോട് അല്ലേ? ഒരു ദിവസം ഒരു 11 മണി സമയത്ത് ഉച്ചക്ക് എന്റെ സ്ഥാപനത്തിലെ ചാമക്കാലയിലെ നെഹ്ജുർ റഷാദിലേക്ക് എന്നെ ഫോൺ ചെയ്യുകയാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ് എന്നെ. ഉസ്താദേ, ഇന്ന കുട്ടിയുടെ വാപ്പ മരിച്ചിട്ടുണ്ട്. പടച്ചവനെ, ഞാൻ വല്ലാതെ പേടിച്ചുപോയി. ചെറിയ കുട്ടിയാണ്, 7 കിലോമീറ്റർ അപ്പുറത്തുള്ള അവന്റെ വീട്ടിലേക്ക് പോകണം. എങ്ങനെ ആ കാര്യം അവനോട് പറയുമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം നല്ല ചുറുചുറുക്കുള്ള പിതാവാണ്.
എപ്പോഴും എന്നെ കണ്ടാൽ ഇങ്ങനെ വർത്തമാനമൊക്കെ പറയുന്ന ഉപ്പയാണ്. ഞാനിങ്ങനെ നോക്കിയപ്പോ കുട്ടികളൊക്കെ ഇന്റർവെല്ലിന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഓരോരുത്തർ തമാശ പറയുന്നു, വെള്ളം കുടിക്കാൻ പോകുന്നു, പലരും ഇങ്ങനെ ഓടിക്കളിക്കുന്നു. കൂട്ടത്തിൽ ഇവനുമുണ്ട്. ഞാൻ ഇവനോട് പറഞ്ഞു, നമുക്ക് നിന്റെ വീട്ടിലേക്കൊന്ന് പോകണം, നീ വാ. അവന് വലിയ ആഹ്ലാദമായി. ഉസ്താദിനെ വാപ്പ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചിട്ടുണ്ടാകും, ഏതായാലും വീട്ടിലേക്കൊന്ന് പോകാമല്ലോ എന്ന് കരുതിയിട്ട് അവൻ എന്റെ കൂടെ വണ്ടിയിൽ കയറുകയാണ്. എനിക്കവനോട് പറയണമെന്നുണ്ട്, നമ്മൾ പോകുന്നത് നിന്റെ വാപ്പ മരിച്ചിട്ടാണെന്ന്. പക്ഷേ എന്റെ നാവിലൂടെ അതങ്ങ് പുറത്തേക്ക് വരുന്നില്ല. അവന്റെ മുഖം കാണുമ്പോ, അവന്റെ കണ്ണുകൾ കാണുമ്പോ എങ്ങനെയായിരിക്കും ഇത് കേട്ടാൽ ഇവൻ പ്രതികരിക്കുക എന്ന് എനിക്കറിയില്ല. അങ്ങനെ പോയി ഞാൻ അവനോട് കുറെ കാര്യം ചോദിക്കുന്നുണ്ട്, അവൻ മറുപടിയും പറയുന്നുണ്ട്. ഞാനിതിങ്ങനെ പറയാൻ വേണ്ടി വരും, അപ്പോഴേക്കതങ്ങ് അതങ്ങ് പറയാതിരിക്കാൻ തോന്നും. അങ്ങനെ അവന്റെ വീടിന്റെ മുമ്പിലെത്തി. വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോ അവൻ ചോദിച്ചു, ഉസ്താദെ എന്താ വീട്ടിലൊരാൾ കൂട്ടം, എന്താ പറ്റിയത്, എന്തിനാ നമ്മൾ വന്നത്? ഞാനൊന്നും മിണ്ടിയില്ല, എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഞാൻ അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ആളുകളൊക്കെ ഇങ്ങനെ ഉറ്റുനോക്കുമ്പോ ഞാൻ അവനെ പിടിച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് കയറി. വീടിന്റെ പൂമുഖത്ത് ചൊല്ലുമ്പോ ചലനമറ്റ് കിടക്കുന്ന അവന്റെ ഉപ്പാന്റെ ആ മയ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് അവിചാരിതമായി ഉപ്പ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ, ഒരിക്കലും ചിന്തിക്കാതെ ഉപ്പ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ഉസ്താദേ എന്ന് വിളിച്ചുകൊണ്ട് ആ പിഞ്ചുകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ ശരീരത്തിലേക്ക് വീണത് എന്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണ്. അനാഥന്റെ കണ്ണീര് നമ്മളൊക്കെ ദുആ ചെയ്യും, പടച്ചോനെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ എന്ന്. ആ ദുആക്ക് ശക്തി ഉണ്ടാവണം ഇത്തരം ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. എല്ലാവരോടും കാരുണ്യം, എല്ലാവരോടും സ്നേഹം. മുഹമ്മദുർ റസൂലിന്റെ അധ്യാപനം അതാണ്, ഖുർആനിന്റെ അധ്യാപനം അതാണ്. ഭൂമിയോട് സ്നേഹം, ആകാശത്തോട് സ്നേഹം, മരങ്ങളോട് സ്നേഹം, എല്ലാ വിശ്വാസികളോടും സ്നേഹം, എല്ലാ മനുഷ്യരോടും സ്നേഹം. കാരുണ്യം നഷ്ടപ്പെടുന്ന ലോകമേ, തലയറുക്കാൻ മടിക്കാത്ത ലോകമേ, ആരോപണങ്ങൾ ഉന്നയിക്കാൻ മടിക്കാത്ത ലോകമേ, കാരുണ്യത്തിലേക്ക് തിരിച്ചു വരിക. ഇസ്ലാം കാരുണ്യമാണ്, മതം കാരുണ്യമാണ്, എല്ലാം കാരുണ്യമാണ്.